നമുക്കിന്ന് സാമ്പാർ ഉണ്ടാക്കാം. പരിപ്പൊന്നും ചേർക്കാതെയുള്ള ഒരു സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോ സാമ്പാർ മസാല ഉണ്ടാക്കണതായിരുന്നു. അപ്പോൾ ആ പൗഡർ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതേ പൗഡർ കൊണ്ട് എങ്ങനെയാണ് സാമ്പാർ വെക്കുക എന്നുള്ളത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്ന് നമുക്ക് സാമ്പാർ പരിപ്പൊന്നും ചേർക്കാത്ത ഒരു മത്തങ്ങയൊക്കെ ചേർത്തിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള തക്കാളിയും ചേർത്തിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് ഏകദേശം ഇതുപോലത്തെ ഒരു റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഈ സാമ്പാറിന് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാൻ വേണ്ടത് മത്തങ്ങയാണ് കേട്ടോ. കുരുവും തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം 300 ഗ്രാമാണ് മത്തങ്ങ വരുന്നത്. മത്തങ്ങ നല്ലോണം എടുക്കണം. അപ്പോഴാണ് നല്ലൊരു മധുരവും ആ ഒരു രുചിയും സാമ്പാറിലേക്ക് വരിക, കൊഴുപ്പും കിട്ടാനായിട്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അതുപോലെ ആറാക്കിയിട്ട് ഇത്തിരി വലിയ പീസുകളായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കാം, മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തക്കാളി അതെ ഇതുപോലെ റഫായിട്ടൊന്ന് നാലാക്കി കട്ട് ചെയ്ത് അതിൽ കേട് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. നല്ല നാടൻ തക്കാളി ഇതിലേക്ക് എടുക്കുക കേട്ടോ. നമ്മൾ ഇതിൽ കോൽപ്പുളിയൊന്നും ചേർക്കുന്നില്ല. 3 ചെറിയ സൈസ് തക്കാളിയാണ് എടുത്തേക്കണത്. ചിലർക്ക് കോൽപ്പുളിയൊന്നും ശരീരത്തിന് പറ്റാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. അതുപോലെ ഗ്യാസ് ഉള്ളവർക്ക് പരിപ്പ് ഇടാൻ പറ്റില്ല സാമ്പാറിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ വേവിക്കാൻ വെക്കാം. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് എടുക്കേണ്ടത്, ഞാൻ കുമ്പളങ്ങയും വെള്ളരിക്കയൊന്നും എടുക്കാറില്ല സാമ്പാറിലേക്ക്. ഞാൻ ഇത് ചുരക്കയാണ് എടുക്കാറ് കേട്ടോ. അതുപോലെ ചുരക്ക എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സാമ്പാറിലേക്ക്. ഒരു ആ ചുരക്കയും കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുരുവും തൊലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെത്തി ഇതുപോലെ വലിയ പീസാക്കി വയ്ക്കുക. പിന്നെ 5 വെണ്ടക്കായും 2 മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ പരിപ്പ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പരിപ്പ് അത് വേവിക്കുന്നതോടൊപ്പം ഇതിൻ്റെ ഒപ്പം ഈ മത്തങ്ങയുടെ ഒപ്പം വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ചിലർക്ക് പരിപ്പ് താല്പര്യം ഉണ്ടാവും, അങ്ങനെയുള്ളവർ ചേർക്കാം. പിന്നെ 2 വിസിൽ നന്നായിട്ട് വേവണം, ആ രീതിയിൽ വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2 വിസിലടിച്ചിട്ട് എയർ പോയതിന് ശേഷം തനിയെ പോട്ടെ എയർ, അതിന് ശേഷം തുറന്നെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അത് ഇതുപോലെ നമുക്ക് തവി കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുക, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ആ മത്തങ്ങയും സവാളയും പിന്നെ അതിൽ ആ പച്ചമുളകൊക്കെ ഉണ്ടാവും, പച്ചമുളകൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് തന്നെ ഇതിൻ്റെ ഒപ്പം മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. നല്ല കൊഴുപ്പും കിട്ടാനായിട്ട് ഈ ഒരു ഗ്രേവിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തന്നെ അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടിയിലാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് ചട്ടിയിലായതുകൊണ്ട് പൊട്ടാനായിട്ട് പാടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കടുക് പൊട്ടി കിട്ടും. ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു തണ്ട് നല്ല വലിയ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഒപ്പം ചേർക്കണത് 4 വെളുത്തുള്ളിയാണ് കേട്ടോ. 4 വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളി ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. ഒരു ചതയൊന്ന് ചതച്ചാൽ മതി എല്ലാതും. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി എന്തായാലും ഒഴിവാക്കരുത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള കൂടെ അതുപോലെ റഫായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കുക. ഒരു 2 ഇളക്ക് ഇളക്കുക. ഒരു 5 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണം ആദ്യമായിട്ട് നമ്മൾ വെണ്ടക്കായ ഇട്ട് കൊടുക്കുക. വെണ്ടക്കായ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതിൽ ആ വെളിച്ചെണ്ണയൊക്കെ വെണ്ടക്കായനെ ഒന്ന് കോട്ടാക്കി എടുത്താൽ മതി. അത്ര തന്നെ മതി. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാം. പിന്നെ ചുരക്കയും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങക്കായും ചുരക്കയും വെണ്ടക്കായൊക്കെ പെട്ടെന്ന് തന്നെ വേവണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അധികം ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കഷ്ണം എല്ലാം വല്ലാണ്ട് വലിച്ചെടുക്കും ഉപ്പ്. ചെറുതായിട്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പൊന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇത്ര തന്നെ വേണ്ട കേട്ടോ. വേറെ പൊടികളൊന്നും മഞ്ഞൾപ്പൊടിയൊന്നും ഇപ്പോൾ ഇടരുത് കേട്ടോ ഈ സമയത്ത്. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു പാതി വേവ് ആവുന്ന വരെ ഒന്ന് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇടയ്ക്കിട്ട് വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് 2 ചെറിയ സൈസ് തക്കാളിയും കൂടെ ഒന്ന് റഫായിട്ട് 4 ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതിയാവും. അപ്പോൾ തക്കാളിക്ക് പകരം പുളിവെള്ളം ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലിട്ട തക്കാളി മാത്രം മതി, ഈ 2 ചേർക്കണം എന്നില്ല. അപ്പം പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പുളിവെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തിങ്ങനെ മുന്നിട്ട് നിൽക്കും.
ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ഈ പൊടി ചേർക്കുന്നത് കൊണ്ട് നമുക്കിനി എക്സ്ട്രാ മല്ലിപ്പൊടിയോ കായം പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കളറും എരിവും മണമൊക്കെയുള്ള ഒരു സാമ്പാർ പൊടിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് 2.5 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇതിട്ടിട്ട് നമുക്ക് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടാണ് സാമ്പാർ പൊടി പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുക്കറിലത്തെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വെന്ത് ഉടച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലൊരു തിള വരട്ടെ. ഇതിലേക്ക് ആ കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഈ സമയത്ത് അടച്ചു വെച്ചിട്ട് ആ മസാലയും ഇതെല്ലാം പുളിയും ഒക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഫുൾ വേവായിട്ട് തന്നെ എടുക്കാം. വല്ലാണ്ട് നമ്മുടെ കഷ്ണങ്ങൾ സാമ്പാറിലത്തെ കഷ്ണങ്ങൾ ഓവറായിട്ട് കുക്കായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കുക. ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നല്ലൊരു തിക്കായിട്ട് തന്നെ വരും. ഓഫ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാമ്പാർ. പരിപ്പൊന്നും ചേർക്കേണ്ട, പുളിയൊന്നും പറ്റാത്തവർക്കും പരിപ്പും പറ്റാത്തവർക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.